പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോ ഭാഷാ ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പൊതുവായ ക്ലാസ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പൊതുവിഷയം. സത്യത്തില് എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റസൂലുമാരും റിസാലത്തുകളും നിന്നു കഴിഞ്ഞോ, നിന്നു പോയോ എന്നുള്ളത് പല ആളുകൾക്കും. അപ്പോൾ നമുക്കൊന്നും റസൂലുമാര് വേണ്ടേ, റിസാലത്ത് വേണ്ടേ? ഒരു കാലഘട്ടത്തോടുകൂടി ആ റസൂലുമാരും റിസാലത്തും അവസാനിച്ചു കഴിഞ്ഞു. അതൊരു പുസ്തക രൂപത്തിലാക്കി വെച്ചു. ഇനി അത് പഠിച്ചു മനസ്സിലാക്കിയാൽ മതി എന്നാണോ? കോടാനുകോടി മനുഷ്യർ ലോകത്തുണ്ട്. അവർക്ക് ഒന്നും തന്നെ ഈ എഴുതപ്പെട്ട പുസ്തകത്തിന്റെ ഭാഷയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത കോടാനുകോടി മനുഷ്യരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് റിസാലത്ത് വേണ്ടേ, റസൂല് വേണ്ടേ? ഇത് അറിയുന്ന, ഈ ഭാഷ അറിയുന്ന ആളുകൾക്ക് പോലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ 10% പോലും അറിയുന്ന ആളുകളില്ല. ഇതൊക്കെയാണ് പല ആളുകളും പല രൂപത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഈ വിഷയ സംബന്ധമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഒരു ഇലാഹിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാലത്ത് നമ്മളൊരു ഇലാഹിനെ മനസ്സിലാക്കി വെച്ചത്, ആ ഇലാഹ് 7ാം ആകാശത്തിലാണ് ഇരിക്കുന്നത്. ഒരു കുർസിയിലാണ്, ഒരു അർശിലാണ് ഇരിക്കുന്നത്. ആ അർശ് ചുമന്നുകൊണ്ട് മലക്കുകളുണ്ട്. ആ ഇലാഹ് സമ്പൂർണനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇലാഹിനെ വിശ്വസിക്കുക എന്ന് പറയുന്നതും, ആ ഇലാഹിനോട് മഹബത്ത്, സ്നേഹിക്കുക, ആ ഇലാഹിനോട് ഹുബ്ബുണ്ടാകുക എന്നുള്ളതും വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ പ്രയാസമൊന്നുമില്ല. എന്താ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു പോരാനും ഒരു പ്രയാസമല്ല. അങ്ങനത്തെ ഒരു ഇലാഹിനെ സ്വീകരിക്കാനും പ്രയാസമല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസമുള്ള കാര്യം, ഇങ്ങനെ സമ്പൂർണനായ ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെയുള്ള ഒരു ഇലാഹിനെ വിശ്വസിക്കുക എന്നുള്ളത് എളുപ്പമാണെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ മറ്റു മനുഷ്യരെ, നമ്മുടെ സഹോദരങ്ങളായ ലോകത്ത് മതങ്ങൾക്ക്, ജാതികൾക്ക് അതിർവരമ്പുകളില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, അവർ ചെയ്യുന്ന വീഴ്ചകളെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, മാപ്പാക്കി കൊടുക്കുക, അവരോട് കരുണ കാണിക്കുക, അവരെ സഹായിക്കുക. അതുപോലെ തന്നെ അവരോട് വെറുപ്പ് കാണിക്കാതിരിക്കുക, വിദ്വേഷം കാണിക്കാതിരിക്കുക, പക കാണിക്കാതിരിക്കുക, ശത്രുത കാണിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞല്ലോ, മേൽപ്പറഞ്ഞ ഗുണങ്ങളുള്ള ഒരു ഇലാഹിനെ വിശ്വസിക്കാനും ആ ഇലാഹിനെ സ്നേഹിക്കാനും അവനെ ഇബാദത്തുകൾ എടുക്കാനും എന്ന് പറയുന്നതൊക്കെ വളരെ ലളിതമായ, എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറിച്ച് ഏറ്റവും പ്രയാസകരം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ മനുഷ്യര സമൂഹത്തെ അവരെ സ്നേഹിക്കുക. അവരിൽ വീഴ്ചകൾ വരും, ആ വീഴ്ചകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവരോട് കരുണ കാണിക്കുക, അവരെ സഹായിക്കുക, അവരോട് കുറുഹ്, ഹിക്ത്, ബഗ്ളാ, കുറുഹ് എന്ന് പറഞ്ഞ വെറുപ്പ്, വിദ്വേഷം, പക, അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ഗുണങ്ങളിൽ നിന്നും അതിൽ നിന്ന് നമ്മൾ അവരോടത് കാണിക്കാതെ ഇരിക്കുക.
അവരുടെ എല്ലാ നഖായിസുകളും ഒയൂബുകളും, അവരുടെ എല്ലാ കുറവുകളും ന്യൂനതകളും അവരുടെ വീഴ്ചകളും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ അവരെ നമ്മൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് സത്യത്തിൽ ഏറ്റവും പ്രയാസകരമായ കാര്യങ്ങൾ. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളായാലും സസ്യങ്ങളായാലും മറ്റേത്, അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളായ മനുഷ്യരായാലും അവരൊക്കെ നമ്മിൽ നിന്നുള്ള റുസുലുകളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് ഈ വിഷയം. ഒരു ഉറുമ്പിനെ നമുക്ക് കാണുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സന്ദേശത്തിന്റെ അത്ര അത് അനന്തമായ സന്ദേശങ്ങളുടെ റിസാലത്തിന്റെ ലോകമാണത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു പുസ്തക രൂപത്തിൽ ഒരു സന്ദേശം എഴുതി വെക്കപ്പെട്ടാൽ അത് പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു 6000 ആയത്തുകളിൽ ഒതുങ്ങേണ്ടതാണോ ദൈവത്തിന്റെ സന്ദേശം എന്നുള്ളത് ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 114 അധ്യായങ്ങളിൽ ഒതുങ്ങേണ്ടതാണോ അള്ളാഹുവിന്റെ സന്ദേശം, ദൈവത്തിന്റെ സന്ദേശം എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അല്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കല്. അള്ളാഹുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് ദിനേന ഓരോ നിമിഷത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ്. അത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ സഹജീവികളിൽ നിന്ന്, നമ്മുടെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, മറ്റ് സസ്യങ്ങളിൽ നിന്ന്, പ്രകൃതിയിലെ മറ്റുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് പാഠങ്ങൾ, സന്ദേശങ്ങൾ, റുസുലുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ റിസാലത്തുകളാണ് നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മളെ ഒരു സഹോദരൻ നമ്മളോട് പക കാണിക്കുമ്പോൾ അത് നമ്മളിൽ വിഷമവും പ്രയാസവും ഉണ്ടാക്കും. അത് നമുക്കൊരു മെസ്സേജാണ് തരുന്നത്. നമ്മൾ മറ്റുള്ളവരോടത് ചെയ്യരുത് എന്ന് പറയും. നമ്മളത് മറ്റുള്ളവർക്ക് അത് ചെയ്യരുത്. കാരണം നമ്മളോട് നമ്മുടെ ഒരു സഹോദരൻ ശത്രുത കാണിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ പറ്റിക്കുമ്പോൾ, അവരിൽ നിന്ന് അവര് നമുക്ക് പാഠങ്ങളായിട്ട്, റിസാലത്തുകളായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണ് നമുക്ക് നൽകുന്ന റിസാലത്ത്? നാം വഞ്ചിക്കപ്പെടുമ്പോൾ, നമ്മൾ പറ്റിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവരാൽ നമ്മൾ പറ്റിക്കപ്പെടുമ്പോൾ, നമ്മൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, നമ്മളോട് മറ്റൊരാൾ ശത്രുത കാണിക്കുമ്പോൾ, നമ്മളോട് മറ്റൊരാൾ വിദ്വേഷം കാണിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമില്ല, നമുക്ക് അത് പ്രയാസകരമായി മാറുന്നു. അതുകൊണ്ട് മനുഷ്യ, നിനക്ക് പ്രയാസമുള്ള കാര്യമാണല്ലോ ഇത്, അതുകൊണ്ട് നീ മറ്റുള്ളവരെയും അത് ചെയ്യരുത് എന്നുള്ള ഒരു റിസാലത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിനെ തസ്കിയത്ത് സംസ്കരിക്കാൻ നമുക്കതിന് സാധിക്കാനത് നമുക്കതിൽ നിന്ന് ഒരുപാട് അറിവുകൾ പഠിക്കാൻ കഴിയാണ്. അവരിലൂടെ നമുക്ക് ഒരുപാട് ഹിക്മത്ത്, തത്വജ്ഞാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീക്കും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മത വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ എന്ന് പറയുന്ന ആ ആശയം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു ദൂതനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നാം മനസ്സിലാക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നും നമ്മളെ ഇടയിൽ നിന്ന് റുസുലുകൾ ഇത് നമ്മള് ദൈവത്തിന്റെ നിയോഗത്താൽ അയക്കപ്പെടുന്ന നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പ്രവാചകനായി തെരഞ്ഞെടുത്ത്
അയാൾ കൊണ്ടുവരുന്ന റിസാലത്തിനെ കാത്തിരിക്കുന്ന ഇതാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നേരെ മറിച്ച് ഒരു ഉറുമ്പിനെ നമ്മൾ കാണുമ്പോൾ, ഒരു ചെടിയെ നമ്മൾ കാണുമ്പോൾ, ഒരു സസ്യത്തെ നമ്മൾ കാണുമ്പോൾ, ഒരു മരത്തെ നമ്മൾ കാണുമ്പോൾ, ഒരു പുഴയെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവവികാസങ്ങളെ നമ്മൾ കാണുമ്പോൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് റിസാലത്തുകൾ, സന്ദേശങ്ങൾ, മെസ്സേജുകൾ കിട്ടുന്നുണ്ട് എന്നുള്ള മെസ്സേജ്. അത് വെറുതെ അങ്ങോട്ട് ഒരു സംഭവം ഉണ്ടായി അതങ്ങനെയാണ് പോയി. ഏതെങ്കിലും പിന്നെ ഒരാളെ നമ്മൾ കണ്ടു, അവനിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായി, അവനെ 2 ചീത്തയും പറഞ്ഞ് നമ്മൾ പോയി. അപ്പൊ ഒന്നും നമുക്ക് മെസ്സേജുകൾ കിട്ടൂല. നമ്മളതിനെ അപ്പോൾ ഒരു മെസ്സേജും ഒരു ഉറുമ്പിനെ നമ്മൾ ഇങ്ങനെ പോകണ കണ്ടു, അതിനെ നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല, അതിനെ തട്ടി മാറ്റി പോയി, അതിൽ മെസ്സേജുകൾ കിട്ടൂല. നേരെ മറിച്ച് അതിനെ നമ്മൾ വീക്ഷിക്കണം, വിലയിരുത്തണം. അപ്പോഴാണ് അല്ലെങ്കിൽ ഒരു തേനീച്ചയെ, അല്ലെങ്കിൽ ഒരു പക്ഷിയെ, ഒരു പറവയെ, ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് വസ്തുക്കളെ വീക്ഷിച്ച് കിട്ടിയ മെസ്സേജുകളാണ് ലോകത്ത് വലിയ വിജ്ഞാനങ്ങളായിട്ട് ലോകത്ത് വന്നിട്ടുള്ളതൊക്കെ. പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഒരു ഉറുമ്പിനെ, അപ്പോൾ പറഞ്ഞു ഉറുമ്പിൻ്റെ ഓരോ മെസ്സേജുകളും ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവ നമ്മെ ഉപദ്രവിക്കുന്നില്ലേ, കടിക്കുന്നില്ലേ, അവ നമ്മുടെ പഞ്ചസാര പോലെയുള്ള വസ്തുക്കൾ കട്ടുകൊണ്ടുപോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതും ഒരു മെസ്സേജാണ്. നിനക്കത് പ്രയാസകരമായി വരുന്നു നിന്നെ അത് കടിക്കുമ്പോൾ. അപ്പോൾ നീ ഒരാളെ ഒരു നുള്ളി നോവിക്കുക പോലും ചെയ്യരുത് എന്നുള്ള ഒരു മെസ്സേജാണ് നിനക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അത് മുഴുവൻ ഒന്നും ഇപ്പം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ചിന്തിക്കുന്ന മനുഷ്യർക്ക്, ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. നമ്മുടെ മുമ്പിലുള്ള ഒരു മരം, അത് തഴച്ചു വളരുന്നത്, അതിൽ നിന്ന് ഇലകൾ കൊഴിയുന്നത്, പുതിയ ഇലകൾ വരുന്നത്, ആ ഇലകൾ ആ മരത്തെ നിലനിർത്താൻ വേണ്ടി ആ ഇലകളും വേരുകളും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, അതിൽ നിന്നുള്ള ഫലങ്ങൾ പക്ഷികൾക്കും മനുഷ്യർക്കും അവ നൽകുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ 1000 റിസാലത്തുകളാണ്, റുസുലുകളാണ് നമുക്ക് ദിനേന വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഓരോ സൈഹത്തും ബിൽ ഹക്കി, സത്യത്തിന്റെ ഓരോ വിളികളും ഓരോ അട്ടഹാസങ്ങളും നമുക്ക് ദിവസേന കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതാണ് പറയുന്നത്. നമ്മളെ ചുറ്റുപാടുകളിൽ നിന്നാണ് നമ്മൾ മെസ്സേജുകൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, നിലവിൽ പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, റിസാലത്തുകളും റുസുലുകളും അവസാനിച്ചോ എന്നുള്ളത്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ സഹോദരങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. നുനസ്സിലുൽ ഖുർആൻ എന്നാണ്, ഖുർആൻ നുനസ്സിലു ആണ്, ഞാൻ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ അവസാനിച്ച സംഗതിയല്ല എന്നാണ് പറയണത്. ആ ഖുർആനിൽ ഷിഫയും റഹ്മത്തും ഉണ്ട് എന്നാണ് പിന്നീട് തുടർന്ന് ആ വചനത്തിൽ പറയണത്. അപ്പോൾ നമ്മുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും നമുക്ക് ഷിഫയും നമുക്ക് റഹ്മത്തും നൽകുന്ന ഒന്നാണ് നമുക്ക് ഖുർആൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ, ഈ സൂചനകളിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് ചിന്തിച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ സൂചനകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് റുസുലുകൾ നമ്മളെ സംസ്കരിക്കുന്ന, നമുക്ക് ജ്ഞാനങ്ങൾ നൽകുന്ന, നമുക്കറിയാത്തത് വിവരങ്ങൾ ദിനേന നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. സലാം.